ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാനത്ത് വ്യാപക മഴ. നദികളിലെ ജലനിരപ്പ് ഉയരുന്നു. ബാണാസുര, മലമ്പുഴ ഡാമുകൾ തുറന്നു. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത. തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം തകർന്ന് 3 മരണം. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആര്യടൻ ഷൌക്കത്ത് നിലമ്പൂർ MLA ആയി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. KSRTCക്ക് സംസ്ഥാന സർക്കാർ 122 കോടി രൂപ കൂടി അനുവദിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. MSME ദിനവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച MSME ദിനം ഉദ്യമി ഭാരത് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിലവസരം നൽകാൻ MSMEയിലൂടെ സാധിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉന്നമനവും പങ്കാളിത്തവും കണക്കിലെടുത്താണ് എല്ലാ വർഷവും ജൂൺ 27 MSME ദിനമായി ആഘോഷിക്കാൻ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തത്. അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലം വിജിലൻസ് കോടതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അഴിമതിക്കെതിരായ നടപടികൾ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കേസുകളാണ് കോടതിയുടെ പരിധിയിൽ വരിക. തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞുവീണ് 3 മരണം. 12 പേരോളം ആണ് കെട്ടിടത്തിലുണ്ടായിരുന്നത്. രാവിലെ 6 മണിയോടെയാണ് സംഭവമുണ്ടായത്. പശ്ചിമ ബംഗാൾ സ്വദേശികളായ രൂപൽ, രാഹുൽ, ആലിം എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ തൊഴിൽ വകുപ്പ് കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ചും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദികളിലെ ജലനിരപ്പ് കൂടുകയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. വയനാട്ടിലെ ബാണാസുര ഡാം തുറന്നു. മലപ്പുറത്ത് കടലുണ്ടിപ്പുഴ ബാക്കിക്കയം റെഗുലേറ്റർ ഭാഗത്ത് വാർണിംഗ് ലെവൽ പിന്നിട്ടിട്ടുണ്ട്. മഴ ശക്തമായ സാഹചര്യത്തിൽ അപകട സാധ്യതയേറിയ പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള സാമഗ്രികൾ വാങ്ങാൻ തുക അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഓരോ സ്ഥലവും സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഇടുക്കി, മൂന്നാർ, ഏലപ്പാറ, പീരുമേട്, KDH, കണ്ണൻദേവൻ ഹിൽസിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ 311.12. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഇടുക്കി, വയനാട്, മലപ്പുറം, പത്തനംതിട്ട ഈ ജില്ലകളിൽ നമ്മൾ ഉപകരണങ്ങൾ ഉൾപ്പെടെ അവിടെ കരുതി വെക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തിന് 1 ലക്ഷവും പിന്നെ മുനിസിപ്പാലിറ്റിക്ക് 3 ലക്ഷവും കോർപ്പറേഷൻ 5 ലക്ഷവും മറ്റു കൊടുത്തതിന് പുറമെ ഇത്തരത്തിലുള്ള സാമഗ്രികൾ വേണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അറക്കവാള്, കട്ട് ചെയ്യേണ്ട സാധനങ്ങൾ, മെഷീൻ ഇതൊന്നും കിട്ടാതെ വാടകയ്ക്ക് കിട്ടാതെ വന്നാൽ അത് വില കൊടുത്ത് മേടിക്കാൻ ആവശ്യമായിട്ടുള്ള പണവും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമീകരിച്ച് തുടങ്ങി. ഇതിന്റെ ഭാഗമായി മലമ്പുഴ ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് രാവിലെ ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. മലമ്പുഴ ഡാം തുറന്ന സാഹചര്യത്തിൽ കൽപ്പാത്തി, ഭാരതപ്പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂർണ്ണ സംഭരണശേഷിയോട് അടുത്ത മീങ്കര ഡാമിന്റെ 2 സ്പിൽവേ ഷട്ടറുകൾ ഇന്നലെ തുറന്നിരുന്നു. ഗായത്രി പുഴയുടെ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ 3 സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. മംഗലം ഡാമിന്റെ 6 ഷട്ടറുകളും 30 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. ജലനിരപ്പ് അനുവദനീയമായ അളവിൽ കൂടാതിരിക്കാൻ ശിരുവാണി ഡാമിന്റെ സ്ലൂയിസ് ഷട്ടറും ഉയർത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും ശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. ഇന്നും നാളെയുമായി ലക്ഷദ്വീപ് തീരങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനം. അതേസമയം ഇടുക്കി അടക്കമുള്ള ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 135.10 അടിയും ഇടുക്കിയിൽ 2359.46 അടിയുമാണ് ജലനിരപ്പ്. കല്ലാർകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ, മലങ്കര ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയിൽ ഇന്ന് ഉച്ചവരെ കാര്യമായ മഴയുണ്ടായില്ല. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതുൾപ്പെടെ കനത്ത ജാഗ്രത തുടരുകയാണ്. ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ 54% എത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടി പിന്നിട്ടു. ജലനിരപ്പ് റോൾ കർവ് ലെവലായ 136 അടിയിലെത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. മാവൂർ, കാരശ്ശേരി, കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ സ്കൂളുകൾക്ക് പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. കക്കയം റിസർവോയറിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വൈകുന്നേരം 3:30 സ്പീക്കർ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 11,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത്. KSRTCക്ക് സഹായമായി സംസ്ഥാന സർക്കാർ ഈ മാസം 122 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ വിതരണത്തിനായി 72 കോടി രൂപയും മറ്റ് കാര്യങ്ങൾക്കായി 50 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഈ സർക്കാരിന്റെ കാലത്ത് 6,523 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ അനൗൺസറും തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലെ കൃഷി ദർശൻ അവതാരകനുമായ സജികുമാർ പോത്തൻകോട് അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ചലച്ചിത്ര പ്രവർത്തകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായിരുന്നു. ആകാശവാണി പ്രക്ഷേപണത്തിന്റെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നിലയം കാഴ്ച പരിമിതർക്കായി പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ PT ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സഹകരണത്തോടെയാണ് ഹെലൻ കെല്ലറിന്റെ ജന്മദിനമായ ഇന്ന് ഉൾച്ചിരാത് പരിപാടി സംഘടിപ്പിച്ചത്. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം വിഭാഗം മേധാവി PA ബിജു അധ്യക്ഷനായിരുന്നു. മലപ്പുറത്ത് ഇന്ന് മുസ്ലിം ലീഗ് നേതൃയോഗം ചേരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലവും അൻവറിന്റെ UDF പ്രവേശനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരിക്കും ഇവിടെയും ചർച്ച. അൻവറിന്റെ പ്രവേശനം ചർച്ചയാകുമെന്ന് ET മുഹമ്മദ് ബഷീർ MP കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. SFI 18-ാം അഖിലേന്ത്യാ സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. പ്രതിനിധി സമ്മേളനം മാധ്യമപ്രവർത്തകൻ ശശികുമാർ, നാടക സംവിധായകനും നടനുമായ MK റെയ്ന എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പതാക ഉയർത്തി. നാളെ വൈകിട്ട് 4-ന് പൂർവ്വകാല നേതൃസംഗമത്തിൽ മുൻ ഭാരവാഹികളായ MA ബേബി, പ്രകാശ് കാരാട്ട് തുടങ്ങിയവർ പങ്കെടുക്കും. ഞായറാഴ്ച പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയായ സംഭവമാണ് അടിയന്തരാവസ്ഥയെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. പത്തനംതിട്ട മുനിസിപ്പൽ ടൌൺഹാളിൽ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന സെമിനാറും എക്സിബിഷനും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 29-ന് രാവിലെ 11-ന് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 123-ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGOV ഓപ്പൺ ഫോറത്തിലൂടെയും ഇന്ന് വരെ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാനത്ത് വ്യാപക മഴ, നദികളിലെ ജലനിരപ്പ് ഉയരുന്നു. ബാണാസുര, മലമ്പുഴ ഡാമുകൾ തുറന്നു. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത. തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം തകർന്ന് 3 മരണം. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി V ശിവൻകുട്ടി ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ MLA ആയി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും.
KSRTCക്ക് സംസ്ഥാന സർക്കാർ 122 കോടി രൂപ കൂടി അനുവദിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.